ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഉത്രാടത്തിൻ്റെ തലേ ദിവസമാണിത്. അപ്പോൾ അച്ഛൻ പുറത്ത് നമ്മുടെ വാഴത്തോട്ടത്തിൽ പോയിട്ട് ഇലയൊക്കെ മുറിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഓണത്തിൻ്റെ അന്ന് വാഴയിലൊന്നും മുറിക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. കാരണവന്മാർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ ഇതൊക്കെ സെറ്റാക്കി വയ്ക്കും. അപ്പോൾ ഇവിടെ അമ്പാടി അവരുടെ പരിപാടികൾക്കുള്ള ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വയ്ക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഓണൂട്ടാനുള്ള ആടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അതിനിടെ നമ്മുടെ കുമ്മാട്ടിന് എത്തിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും ഇതിനെ കൂടിയിട്ട് കാക്കരിപ്പൻ ഡിസൈൻ ചെയ്യാനിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കടയിൽ പോയപ്പോൾ നമ്മളുടെ ഡിസൈനുള്ള കാക്കരിപ്പൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം തൃപ്പയാർ പോയപ്പോൾ അങ്ങനെ കണ്ടു, പക്ഷെ അന്ന് വാങ്ങിയില്ല. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് വേറൊരു ദിവസം പോയപ്പോഴേക്കും അവിടുത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം തീർക്കാനായിട്ട് ഞങ്ങളൊരു ഐഡിയക്ക് നമ്മുടെ നെയിൽ പോളിഷ് കൊണ്ട് നമ്മൾ കാക്കരിപ്പൻ ഡിസൈൻ ചെയ്തിട്ടാ. അപ്പോൾ പൂക്കട്ടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പച്ച മറ്റേ ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് അമ്മ അവിടെ നിന്നുള്ളുണ്ട്. ഇവിടുത്തെ അമ്മ പച്ചക്കറി കരിയുന്നുണ്ട്. അപ്പൊ നോക്കിയേ പോയിട്ട് പോരാനേ ഇത്രയും ഗുഡ് ബോയ് ബേബി ഓണുണ്ടാ അപ്പോൾ അമ്മമാരുടെ പണിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ പോയി. അവർ ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. കാരണം അവിടെ ഓണം ഊട്ടണം, പൂക്കളിടണം, പണികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പൂക്കളം വരയ്ക്കാൻ പൂവൊക്കെ നുള്ളി കഴിഞ്ഞിട്ട് പൂക്കളം വരയ്ക്കാൻ സ്കെച്ച് കൊണ്ട് വരയ്ക്കാൻ നോക്കി. പക്ഷെ അതുപോലെ നല്ല കേട്ടോ ലാസ്റ്റ് ഇട്ടത്. അതുപോലെ ഇട്ടപ്പോൾ ശരിയായില്ല. ഞാനങ്ങനെ ഡിസൈനൊന്നും നോക്കി വരയ്ക്കുന്ന ആളല്ല. അപ്പോൾ വരയ്ക്കാനും വലിയ അറിവൊന്നുമില്ല. എന്നാലും നമ്മൾ പൂക്കളം ഇട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഭംഗിയിൽ കിട്ടാറുണ്ട്. അങ്ങനെ നമ്മുടെ പൂക്കളം വരച്ച പോലെ ഒന്നല്ല, വേറൊരു രീതിയിലേക്ക് എത്തി. അപ്പോൾ ഏട്ടൻ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നുണ്ട്. എന്ത് വച്ചാ വച്ചൊന്നുമില്ലല്ലോ ബുഷ് പോലത്തെ ക്രിസ്മസ് ട്രീയിലല്ലേ? ഞാൻ പൂക്കളത്തേക്ക് വീഴുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ചേട്ടായി വൈശാഖ്. ഇതാണ് ചീര.
നമ്മൾ ചീര എന്ന് പറയും, കാട്ടുചീര എന്ന് പറയും. സാധാരണ നമ്മൾ പൂക്കളം ഒക്കെ ഇടുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. സ്കൂളിലൊക്കെ നമ്മൾ പണ്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. പിള്ളേർ ഇതൊക്കെ യൂസ് ചെയ്യുന്നുള്ള കാര്യം അറിയില്ല. സ്കൂളിൽ വീട്ടിലൊക്കെ പൂക്കളം ഇടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ബ്രൗൺ കളറുള്ള ചീര എന്നാണ് ഇത് പറയുന്നത്. ബാക്കി വാങ്ങുന്ന പൂക്കളൊക്കെ തന്നെയാണ്. നമ്മളത്ര പൂക്കൾ പറിക്കാൻ വേണ്ടി ഒന്നും ബാക്കി പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള പൂക്കൾ. ഹലോ ഗൈസ്, സ്ഥലത്ത് കിട്ടുമ്പോ ഇങ്ങനെയാണ്. നമ്മളെ ഓണമൊക്കെ കൂട്ടിക്കഴിഞ്ഞു. അപ്പോൾ അടയും പൂവൻപഴവും ഉപ്പേരി ശർക്കരയൊക്കെയാണല്ലോ ഓണത്തിൻ്റെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 2 മണിയോട് കൂടി ഉറങ്ങി കേട്ടോ. പിന്നെ പിറ്റേ ദിവസം കാലത്ത് തന്നെ എല്ലാവരും കുളിച്ച് നല്ല ഇരിക്കുന്നു. അപ്പോൾ നമ്മളെ ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ടും പിന്നെ തിരുവോണത്തിന് നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് അച്ഛനമ്മയും ചേട്ടനെയും അമ്പാടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പാടി ആദ്യം വന്നു. അപ്പോൾ അവർക്ക് ഉപ്പേരിയും ശർക്കരയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ചെറിയൊരു ക്ലിപ്പ് എടുത്ത് ഞങ്ങൾ 3 ആളും കിച്ചണിൽ നിൽക്കണേ ഒരു ക്ലിപ്പ് അമ്പാടി വന്നെടുത്തു. പിന്നെ അതിനുശേഷം ചേട്ടൻ വന്നിട്ട് മാമന്മാരും കുഞ്ഞനും കൂടിയിട്ട് പപ്പയൊക്കെ കൂടിയിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ ടോയ്സ് എടുത്ത് കളിക്കായിരുന്നു കേട്ടോ. എല്ലാവരും ഒരുപോലെയാണ് കുഞ്ഞിൻ്റെ ഒപ്പം കളിക്കാൻ. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കേട്ടോ. കാരണം എല്ലാവരും ആൺകുട്ടികളായതുകൊണ്ട് ആ ഒരു ഇതുണ്ടാവുമല്ലോ, ഈ വണ്ടികളോടും ഇതിനോടൊക്കെ ഒരു പ്രിയം ഉണ്ടാവുമല്ലോ. അങ്ങനെ അപ്പോൾ അച്ഛൻ അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അച്ഛനും അതേപോലെ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ അടപ്രഥമൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ടു. പിന്നെ ഇനി മുന്തിരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പായസം സെറ്റായി. കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അമ്മമാരുടെ കളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും സദ്യക്കുള്ള സമയമായിട്ടാണ്. നമ്മളൊരു 12 മണിയോട് കൂടി സാധാരണ ഓണസദ്യ കഴിക്കാറുണ്ട്. ഇന്നൊരു 12:30 കഴിഞ്ഞിട്ടുണ്ട് കഴിക്കുമ്പോൾ. അപ്പോൾ കുറച്ച് നമ്മളെല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. നമ്മൾ വരുത്തിച്ചതൊന്നുമല്ല, ഓർഡർ കൊടുത്തതൊന്നുമല്ല. നമ്മൾ 4 മണി 4:30 കഴിഞ്ഞിട്ട് എല്ലാ കറികളും വെച്ച് പായസം അടക്കം എല്ലാ കറികളും ഉണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സദ്യ തന്നെയാണ് കേട്ടോ. അതിന് നമുക്ക് വേറൊരു ടേസ്റ്റ് നമുക്ക് ഇന്ന് കിട്ടും. അങ്ങനെ നമ്മളുടെ ഓണസദ്യ കഴിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കറികളും വിളമ്പിയിട്ടുണ്ട്. അപ്പം എൻ്റെ വീട്ടിലിങ്ങനെ ഒരു ഇലയിലാണ് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാട്ടോ. ഷാപ്പിയാണോ? ഹാപ്പി ആണോ? ഹാപ്പി ആണോ? അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ സദ്യയൊക്കെ കഴിഞ്ഞ് നേരെ അമ്പാടിയുടെ വക ഒരു അൽഫാം ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു വൈകുന്നേരം ആയപ്പോഴേക്കും അമ്പാടി മസാലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം ഗ്രില്ല് ചെയ്തിട്ട് ഞങ്ങളത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വേണമെങ്കിലും പോയി വരാനൊക്കെ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും രാത്രി ഫുഡ് കഴിക്കാൻ നമ്മുടെ അമ്പാടിയുടെ പരിപാടി ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ.
നമ്മുടെ അൽഫാം ചിക്കൻ നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഇതാണ് മെയിൻ നമ്മുടെ അൽഫാമിൻ്റെ സ്ഥലം. അപ്പോൾ നമ്മുടെ തിരുവോണമൊക്കെ അടിച്ച് പൊളിച്ച് പിറ്റേ ദിവസം പാപ്പനെയും ഞങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ്റെ കിട്ടിക്കലൻ ബിരിയാണി ആയിരുന്നു അവിടെ നമ്മുടെ ഫുഡ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ ഇന്നത്തെ ബിരിയാണി അച്ഛൻ്റെ ദം ബിരിയാണി അല്ലായിരുന്നു, വേറെ റൈസ് വേറെ ചിക്കൻ വേറെ അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ അമ്മയുടെ നല്ല അടിപൊളി നാരങ്ങച്ചാറുണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യൽ ഒരു എന്താ പറയുക, ചമ്മന്തിയാണോ എന്താ പറയാന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സവോളയൊക്കെ ഇട്ടിട്ട് ഒരു ഐറ്റം. പിന്നെ പൊന്നെ ചിക്കൻ കറിയുടെ കാര്യം പറയേ വേണ്ട, അത്രയ്ക്കധികം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന്മാരുടെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മേമ, ഇന്ദുലേഖ എന്നാണ് പേര്. പാപ്പൻ്റെ പേര് സതീഷ് എന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് മൂപ്പർക്ക് ചിക്കൻ കഴിക്കാനൊക്കെ ചെറിയൊരു മടിയുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ നിർബന്ധിച്ച് ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇത് അറിയാലോ ഞങ്ങളുടെ അമ്മ, ഇത് കുഞ്ഞമ്മാമ. നമ്മളെ കുഞ്ഞമ്മാമനെ കുമ്പിയമ്മാമ എന്ന് വിളിക്കും. അപ്പോൾ കുമ്പിയമ്മാമ എന്താ നോൺവെജ് ഒന്നും കഴിക്കില്ല കേട്ടോ. ഇത് മാറ്റി കെട്ടിക്കൊല്ലേ കിട്ടിയ നോക്കണ്ട ആവശ്യമില്ല. വേറെന്ത് രോഗാണെങ്കിലും ഇപ്പൊക്കെ കാണാം. ടി വി കാണാത്തതല്ല, എനിക്ക് പേപ്പർ വായിക്കാത്തതാണ് ആകെയുള്ള. എൻ്റെ അമ്പാടിയുടെയും മുടി കുഞ്ഞാറ്റൊരു വിധമാക്കി കെട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ മുടി കെട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഹെയർ സ്റ്റൈല് നല്ലൊരു ബ്രൈഡിൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ പോലെ തോന്നി. യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിച്ചതായിരിക്കാം. അങ്ങനെ കുറച്ച് നേരം ഭക്ഷണം കഴിഞ്ഞ് ഉപ്പേരിയും ശർക്കരയൊക്കെ കഴിച്ച് പിന്നെ നമ്മളെ വീട്ടിലുണ്ടായൊരു ചെറിയൊരു ഞാലിപ്പൂവൻ്റെ കൊല ഉണ്ടായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു. ചെറിയ കൊലയാണെങ്കിലും കഴിക്കുന്ന പഴം നല്ലൊരു പഴമായിരുന്നു. നല്ല ടേസ്റ്റ്, നല്ലൊരു മധുരം ഉണ്ടായിരുന്നു. ഭയങ്കര പിന്നെ 2 ദിവസം മുമ്പ് കുറിക്കാലോ. ഹലോ ഗൈസ്, ഡാർക്ക് സ്പോട്ട്സ് അല്ല വേറെ എന്തോരടയാണ്. യൂട്യൂബിലൊക്കെ കണ്ടിട്ടേ ഡാർക്ക് സ്പോട്ട്, സ്കിൻ കെയർ. 1 2 3 സ്റ്റാർട്ട്. പോയി ബേബി തോറ്റു. ആക്ഷൻ. കുഞ്ഞാറ്റിക്ക് ഭയങ്കര ബാലൻസാ. മറ്റേ കസാരക്കളി മനസ്സില്ലേ, ശക്തിവന്റെ പൂ പറിക്കാൻ പറഞ്ഞിട്ട് അതിന് സമയമില്ല. 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ ഈ ഒരു ഓണം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത കൊല്ലത്തെ ഓണത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് അവരൊക്കെ ഇറങ്ങുകയാണ്. നമ്മുടെ ഈ ഓണം നല്ല അടിപൊളിയായിട്ട് തന്നെ പോയി.
കുറച്ച് ഗെയിമുകളൊക്കെ ആയി. മറ്റേത് പാട്ടൊക്കെ ആയി, നമ്മൾ അന്താക്ഷരിയൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അതുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് പേര് എല്ലാവരും കൂടിയിട്ട് അവിടെ പുറത്ത് സ്പൂൺ റേസും പിന്നെ കുറച്ച് ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുമ്പിയമ്മാമനെ കെട്ടിപ്പിടിച്ച് കുമ്പിയമ്മാമ്മേൻ്റെ കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് കണ്ണിൽ ഇങ്ങനെ സ്പെക്സ് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ രാത്രിയത്തെ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഇവരിറങ്ങിയത്. ഹായ്, ഇതാണ് നമ്മുടെ മാമൻ സൗദി. ഇടയ്ക്ക് വിളിച്ചോളാം കേട്ടാ, അമ്മയോട് പറഞ്ഞോളാം മമ്മീനെ വിളിക്കാനായിട്ട്, അല്ലെ മറക്കും ബേബി. ഇപ്പോൾ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. അപ്പോൾ വന്നിങ്ങനെ പോകുമ്പോൾ ഒരു വിഷമമാണ് വെച്ചാൽ അത്രയും നേരം നമ്മൾ നമ്മുടെ വിശേഷങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് സമയം പോണതറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ.